ലീനയുടെ വാക്കിൽ സ്റ്റാൻലി ആ തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അതായത് അലീനയാണെങ്കിൽ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, പപ്പ എനിക്ക് അധികാരം വേണ്ട, പവർ വേണ്ട, പണവും വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് ഇവിടെ നിന്ന് പോയാൽ മതി. പപ്പയുടെ ജീവിതത്തിലും ഞാൻ കാരണം ആവശ്യമില്ലാതെ ഉണ്ടാവാൻ എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ എന്നെ പപ്പ കൊണ്ട് വിട്ടേക്കാനായിട്ട് പറയുന്നത് കാണാൻ കഴിയും. ഇതേ സമയം മോളെ, നിന്നെ കൊണ്ടുവിടാനാണോ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്? മേനോന് വാക്ക് കൊടുത്തിട്ട് നിന്നെ തിരഞ്ഞെടുത്തത് എന്ന് ചോദിക്കുന്നു സ്റ്റാൻലി. അപ്പോഴാണെങ്കിൽ അലീന പറയുന്നുണ്ട്, അച്ഛനെയൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, അതുകൊണ്ട് പപ്പ പേടിക്കുകയൊന്നും വേണ്ടാന്നേ. അച്ഛൻ എൻ്റെ വാക്ക് കേട്ടോളും, അച്ഛന് ഞാൻ പറയുന്നത് മനസ്സിലായിക്കോളും എന്ന് പറയുന്നു. ഞാൻ കാരണം അച്ഛൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പ്രശ്നത്തിലുപരി ഞാൻ അച്ഛന് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും അലീന പറയുന്നുണ്ട്. അച്ഛനെ എല്ലാത്തിൽ നിന്നും കരകയറ്റി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനെൻ്റെ തെറ്റും ശരിയും നിലപാടില്ലായ്മയും ഒക്കെ തിരിച്ചറിയാം. അത് ഞാൻ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. പപ്പ എന്നെ പറഞ്ഞു വിട്ടേക്ക് എന്ന് പറയുന്നു. അത് കേട്ടതും സ്റ്റാൻലി അലീനയോട് പറയുന്നുണ്ട്, മോളെ, നീ പോവൊന്നും വേണ്ട. നീ പോയി കഴിഞ്ഞാൽ അത് ശരിയാകില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. കാരണം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുന്നു. നിന്നെപ്പോലെ ഒരു മകള് ആരും ആഗ്രഹിക്കുമെന്ന് പറയുന്നു. നമ്മൾ തമ്മിൽ ഒരുപാട് പൊരുത്തമില്ലായ്മയുണ്ട്. നീ പറയുന്നത് എനിക്കിഷ്ടപ്പെടില്ല, ഞാൻ പറയുന്നത് നിനക്കിഷ്ടപ്പെടില്ല. അത് ശരിയായിരിക്കാം. പക്ഷേ നീ വന്നപ്പോഴാണ് ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ എനിക്ക് തോന്നി തുടങ്ങിയത്. അതുവരെയും ഞാൻ ഒറ്റയായ ജീവിതം ജീവിച്ച് തോന്നുന്ന പോലെയൊക്കെ നടക്കുകയായിരുന്നു എന്ന് പറയുന്നു. നീ വന്നതിന് ശേഷമാണ് എന്നിൽ മാറ്റങ്ങളുണ്ടായത്. മദ്യപാനത്തിന് മാത്രം മാറ്റമില്ല, അതിങ്ങനത്തെ ഓരോ റീഥാമ്മമാർ വന്ന് സമ്മാനിക്കുന്നതാണ് എന്നുകൂടി പറയുകയാണ്. പപ്പ, ഇത് ശരിയാവുകയില്ല. ഞാൻ പറയുന്നത് പപ്പയൊന്ന് മനസ്സിലാക്കണമെന്ന് അലീന പറയുന്നു. മോളെ, എല്ലാം ശരിയാകും. നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ശരിയാകാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് സ്റ്റാൻലി അലീനയോട് പറയുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ സ്റ്റാൻലി അലീനയെ പിടിച്ച് ഭക്ഷണത്തിൻ്റെ അരികെ കൊണ്ടുപോയി ഇരുത്തുകയാണ്. അല്ല മോളെ, നീ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇത്രയും ടെൻഷനും കാര്യങ്ങളൊക്കെ അടിക്കുന്നത്? അതിൻ്റെ ആവശ്യകതയൊന്നുമില്ലെന്നേ. ഈ പപ്പ ഉള്ളിടത്തോളം കാലം എൻ്റെ മോളെ ഒന്ന് നോവിക്കാൻ പോലും ആരെക്കൊണ്ടും സമ്മതിക്കില്ല എന്ന് പറയുന്നു. സ്വത്തിന് വേണ്ടിയാണ് അവർ കടിപിടി കൂടുന്നതെങ്കിൽ സ്വത്ത് ഞാൻ ഭിക്ഷമാരി കൊടുക്കാമെന്ന് പറയുന്ന ഒരു സ്റ്റാലിനെ കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം അലീന പറയുന്നുണ്ട്, പപ്പ ആർഭാട ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പപ്പയ്ക്കാണെങ്കിൽ ഒരുപാട് ഭക്ഷണം സമൃദ്ധമായ ഊണുമേശയല്ലേ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഇതെല്ലാം നഷ്ടപ്പെട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇതൊന്നുമില്ലാത്തവനെ പോലെ ജീവിക്കേണ്ടി വരും എന്ന് പറയുന്നു. അത് കേട്ട സ്റ്റാൻലി പറയുന്നുണ്ട്, തനിക്ക് സ്വത്തുണ്ടായിട്ടും താൻ ഒന്നുമില്ലാത്തവനെ പോലെ തന്നെയാണ് കഴിഞ്ഞതെന്നും ഇതെല്ലാം ഇപ്പോൾ തൻ്റെ ഊണുമേശ വിപുലസമൃദ്ധമായിരിക്കുന്നത് താൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെന്നും സ്റ്റാൻലി പറയുകയാണ്. ഈ റീഥാമ എന്ന സ്ത്രീയാണ് തൻ്റെ പരാജയത്തിന് തുടക്കം വെച്ചത് എന്നും സ്റ്റാൻലി അലീനയോട് പറയുന്നുണ്ട്. ഇതേ സമയം
പപ്പയോട് ഞാൻ ചോദിക്കുന്നതിൽ പപ്പയ്ക്കൊന്നും തോന്നരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ പപ്പയും പപ്പയുടെ ഭാര്യയും തമ്മിൽ എന്താണ് പ്രശ്നം? എന്തുകൊണ്ടാണ് അവർ പപ്പയെ കാണാനായിട്ടോ പപ്പ അവരെ കാണാനായിട്ടോ പോവാത്തത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ അവരെ കാണാൻ പോയാലും ഈ റീത്ത എന്ന് പറയുന്ന സ്ത്രീ സമ്മതിക്കില്ല. തിരിച്ച് അങ്ങനെ തന്നെയാണ്, അവരെൻ്റെ അടുത്തേക്ക് വരാൻ ഈ റീത്ത എന്ന സ്ത്രീയും സമ്മതിക്കില്ല. എന്നെ വിളിക്കരുതെന്ന് മാത്രം ഉപദേശിച്ചിട്ടുണ്ട്. എന്തിനെങ്കിലും വേണമെങ്കിൽ പണത്തിന്, പ്രത്യേകിച്ച് പണത്തിൻ്റെ കാര്യത്തിന് മാത്രം ഈ റീത്ത എന്നെ വിളിക്കും. അവരുടെ ചെലവിനുള്ള പണവും കാര്യങ്ങളൊക്കെ മേടിക്കുമെന്ന് പറയുന്നു. ഇതേ സമയം ഇതൊരു വലിയ തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ തെറ്റ് തന്നെയാണ്. എനിക്ക് യാതൊരു ആവശ്യമില്ല ഈ റീത്ത എന്ന സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് പണം ഇട്ട് കൊടുക്കേണ്ടതോ കൂടാതെ തന്നെ അവരുടെ നോക്കേണ്ടതോ ആയത്. പക്ഷേ എൻ്റെ ചെലവിലാണ് അവർ ജീവിക്കുന്നത് എന്ന് പറയുന്നു. എൻ്റെ പണം കൊണ്ട് തിന്നിട്ട് എന്നെ തന്നെ ഉപദേശിക്കുകയും നാണം കെടുത്തുന്നതുമാണ് അവരുടെ ഹോബി എന്ന് പറയുന്നു. എങ്കിൽ പപ്പ ഇനി വരുന്നൊരു മാസം പപ്പ പണം കൊടുക്കരുത്. ആ സമയം അവരിവിടെ വരുമല്ലോ. ആ സമയത്ത് എനിക്ക് അവരോട് 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറയുന്നു. എന്താ മോളെ, എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പപ്പ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി, എല്ലാം നമുക്ക് ശരിയാക്കാമെന്നും അലീന സ്റ്റാൻലിയോട് പറയുന്നു. അപ്പോഴാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ അലീനയുടെ വാക്ക് കേൾക്കുന്നു. അങ്ങനെ അതാ പൈസ കൊടുക്കാനായിട്ട് സമയമാകുമ്പോൾ സ്റ്റാൻലി പൈസ ഇടുന്നില്ല, അലീന പറഞ്ഞതുകൊണ്ട് തന്നെ. ഇതേ സമയം പൈസ ചോദിച്ചുകൊണ്ട് റീത്ത വരുന്നു. എന്താടാ സ്റ്റാൻലി, നിൻ്റെ പുന്നാര മോൾക്ക് വേണ്ടിയാണോ നീ ഈ പണമൊന്നും തരാതെ അവളെ റാണിയെപ്പോലെ നോക്കാൻ വേണ്ടിയാണോ നീ പണമൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാലിന് പകരം നമ്മുടെ റീത്തയ്ക്ക് മറുപടി കൊടുക്കുന്നത് അലീനയാണ് എന്ന് കാണാം. അലീന പറയുന്നുണ്ട്, എൻ്റെ പപ്പയുടെ പണമാണ് നിങ്ങൾ സേവിക്കുന്നത്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്, എന്നിട്ട് എൻ്റെ പപ്പയ്ക്ക് നേരെ നാവ് ഉയർത്തുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ എൻ്റെ പപ്പ ഒരുപാട് നിങ്ങളെ സഹിച്ചു, ഇനി സാധ്യമല്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. തൻ്റെ തെറ്റ് അലീന റീത്തയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്